ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മിഡി കൺട്രോളറാണ്. നമുക്ക് സോഫ്റ്റ്വെയർ വഴി നമുക്ക് മ്യൂസിക് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡി കൺട്രോളറാണ്. ഇതൊരു സാധാരണ കീബോർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന് നമുക്ക് സ്പീക്കറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഓൺ ചെയ്താൽ പോലും നമുക്ക് സൗണ്ടുകളൊന്നും കേൾക്കത്തില്ല. ഇൻസ്റ്റഡ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഏബിൾട്ടൺ ലൈവ്, സ്റ്റുഡിയോ വൺ, അതുപോലുള്ള ക്യൂബേസ് അങ്ങനെയുള്ള കുറേ സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആർട്ടൂറിയ കീലാബ് എസെൻഷ്യൽ MK3 61 എന്ന മോഡലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. 61 കീ വരുന്ന മോഡലാണ്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനും ഉള്ള സോഫ്റ്റ്വെയർ ഒക്കെ ബണ്ടിലായിട്ട് നമുക്ക് അവർ തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ കൂടി തന്നെ ആർട്ടൂറിയ അനലോഗ് V Pro എന്നൊരു പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 3000 അടുപ്പിച്ച് നമുക്ക് ട്യൂൺസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ട്യൂൺ ഞാൻ പറയാം, നമുക്ക് അതിനകത്ത് പ്രീസെറ്റ്സ് യൂസേജ് നമുക്ക് വായിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഏബിൾട്ടൺ ലൈവ് പോലുള്ള ഏബിൾട്ടൺ ലൈവ് ലൈറ്റ് എന്നൊരു പ്രോഡക്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ബണ്ടിലായിട്ട് വരുന്നുണ്ട്. മോഡൽ ഡി പിയാനോ വരുന്നുണ്ട്, ജെന്റിൽമാൻ പിയാനോ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏബിൾട്ടൺ ലൈവ് ലൈറ്റ് വരുന്നുണ്ട്, അനലോഗ് ലാബ് V Pro വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൂപ്പ് ക്ലൗഡിൻ്റെ 2 മാസം സബ്സ്ക്രിപ്ഷനും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതൊരു സാധാ കീബോർഡ് അല്ല. ഇത് നമുക്ക് സോഫ്റ്റ്വെയർ വഴി മാത്രമേ പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റേതായിട്ട് സോഫ്റ്റ്വെയർ നമുക്ക് വാങ്ങാനും കിട്ടും, ഇതിൻ്റെ കൂടെ ബണ്ടിലായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെ ഒന്ന് കാണിക്കാം. ഇതിൻ്റെ ഒരു എങ്ങനെയാണ്, ഇതിൻ്റെ പുതിയ ജനറേഷനാണിത്. ഇതൊരു Mark 3 പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇതിനകത്തെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പ്രോഡക്റ്റിനെ നോക്കാം. ഞാൻ ഒത്തിരി എക്സ്പേർട്ട് അല്ല, ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത് വാങ്ങിയ എമൗണ്ട് എത്രയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് ആർട്ടൂറിയയുടെ കീലാബ് എസെൻഷ്യൽ MK3 എന്ന് പറയുന്നത്. ഇതൊരു 61 കീസ് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാം, നിങ്ങളെ ഇവിടെ കാണാം. ഇതിനകത്ത് 61 കീസാണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. അപ്പോൾ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കണ്ടില്ലേ, നമുക്ക് 9 ഫെയ്ഡേഴ്സും 9 നോബ്സും ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എല്ലാം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതൊരു കൺട്രോളറാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇത് ചേഞ്ച് ചെയ്യാനും കണ്ടില്ലേ, നമുക്ക് ടോൺ ചേഞ്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നോബാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. കമ്പയർഡ് ടു ദ പ്രീവിയസ് ജനറേഷൻ ഈ ഒരു കീബോർഡ് കീലാബ് എസെൻഷ്യലിന് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതാണ് ഒരു പുതിയ ഒരു ചേഞ്ചസ്, പഴയതും തമ്മിൽ ഒരു പുതിയതിന് വരുന്നൊരു ചേഞ്ച് എന്ന് വെച്ചാൽ അത് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കിവിടെ തന്നെ എല്ലാം കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പം ഈ പ്രോഗ്രാം ബട്ടൺ പ്രസ് ചെയ്യുമ്പം ഡോ മോഡുണ്ട്. ഡോ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഏബിൾട്ടൺ ലൈവ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഡോ മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ ഈസ് സീംലെസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമ്മൾ ചെയ്യേണ്ട, ഈസി ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ബട്ടണും നമ്മൾ ഏബിൾട്ടൺ ലൈവിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് സെറ്റ് ആവും. നമ്മൾ ഒരു മോഡിഫിക്കേഷനോ മിഡി ലേണിങ്ങോ ഒന്നും ചെയ്യേണ്ട. നമ്മളൊരു കൺട്രോളും മാനുവലായിട്ട് അസൈൻ ചെയ്യേണ്ട. ഡോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഏബിൾട്ടൺ ലൈവ് പോലുള്ള ആപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ബട്ടണും അസൈൻ ആവും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അതുപോലെ കുറേ ആപ്ലിക്കേഷന് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റുഡിയോ വണ്ണിന് അത് വർക്ക് ചെയ്യുന്നില്ല. സ്റ്റുഡിയോ വൺ ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ മാനുവലായിട്ട് നമ്മൾ നോബ്സും എല്ലാം അസൈൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു മോഡ് വരുന്നത് യൂസർ മോഡാണ്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് മാനുവലി നമുക്ക് ഏതൊക്കെയാണ് നോബ്സും കീസും വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനത് സ്റ്റുഡിയോ വണ്ണിന് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇനി അടുത്തത് ആർട്ടൂറിയ മോഡ്. ആർട്ടൂറിയ മോഡ് എന്ന് പറയുന്നത്
ആർട്ടൂറിയയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇത് കണ്ടില്ലേ, അനലോഗ് ലാബ് 5 Pro. ഇതൊരു ഏകദേശം 20,000 രൂപ അടുപ്പിച്ച് വരുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ബണ്ടിൽ ചെയ്ത് മേടിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഏകദേശം 20,000 റുപ്പീസ് ഈ ഒരു അനലോഗ് ലാബ് 5 പ്രോയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏകദേശം 3000+ പ്രീസെറ്റ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 3000+ ഇൻസ്ട്രുമെൻസിൻ്റെ ടോണുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ പിയാനോ കണ്ടില്ലേ, നമുക്കിതിനകത്ത് ഇഷ്ടം പോലെ നമുക്ക് ഈ ഒരു നോബ് വെച്ച് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടില്ല, ഞാനിവിടെ നോബ് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്, മൗസ് പോലും ഉപയോഗിക്കുന്നില്ല. കൺട്രോൾ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ള ടോൺ എടുത്ത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് സീംലെസ് ഇൻ്റഗ്രേഷനാണ്. നമുക്ക് ഫേഡറൊക്കെ നോക്കുന്നത് കനങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ആർട്ടൂറിയ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ആർട്ടൂറിയയുടെ സോഫ്റ്റ്വെയർ എല്ലാം ഇതിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യും. ഒരു അസൈൻമെൻറ്റ് ഒന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെ ഡോർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സോഫ്റ്റ്വെയറും, ചിലത് വർക്ക് ചെയ്യില്ല, മോസ്റ്റ് ഓഫ് ദി സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഏബിൾട്ടൺ ലൈവൊക്കെ സിമ്പിളായിട്ട് സെറ്റ് ആവുന്നുണ്ട്. നമുക്കൊന്നും മാനുവലി അസൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു കൺട്രോൾ നമുക്ക് മാനുവലി അസൈൻ ചെയ്യേണ്ട, എല്ലാം സീംലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഡോം മോഡിൽ. പിന്നെ അതുപോലെ വർക്ക് ചെയ്യാത്ത ഇതൊന്നും നമ്മളൊരു, ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റുഡിയോ 1 ഓപ്പൺ ചെയ്താൽ ഒന്നും വർക്ക് ചെയ്യത്തില്ല. നമ്മൾ മാനുവലി ഓരോന്നായിട്ട് മിഡിയിൽ ലേൺ ചെയ്ത് അസൈൻ ചെയ്യേണ്ടി വരും. അപ്പം അത് ഡോം മോഡിൽ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് യൂസർ മോഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. പിന്നെ നമുക്കിവിടെ ലൈവ് ലൂപ്പിംഗ്, റെക്കോർഡിങ്ങിൻ്റെ എല്ലാ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സേവ്, അൺടു, റീഡു. പിന്നെ ഇത് നമുക്ക് 6 പാഡ്സ് വരുന്നുണ്ട്. നമുക്കിത് റിതം പാഡായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് മ്യൂസിക് ക്രിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ബീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെമ്പോ, ഒക്ടേവ് പ്ലസ്. ഒക്ടേവ് എന്ന് വെച്ചാൽ നമുക്ക് ഒക്ടേവ് പറഞ്ഞാൽ ഹൈ ആക്കാനും ലോ ആക്കാനും പറ്റും, കുറയ്ക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ മിഡി ചാനൽ സെറ്റപ്പ് ഉണ്ട്, ട്രാൻസ്പോസ് ഉണ്ട്, പിന്നെ പിച്ച് വീലും പിച്ച് ബെൻഡറും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിന് ഇതിൻ്റെ കീസ്, കൺട്രോൾസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ USB-C ആണ് വരുന്നത്, മിഡി പോർട്ടല്ല വരുന്നത്. നമ്മുടെ സാധാ പ്രിൻ്ററിനൊക്കെ വരുന്നത് പോർട്ടാണ് നേരത്തെ മിഡി കൺട്രോളിനൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതല്ല വരുന്നത്. ഇൻസ്റ്റഡ് ഒരു USB-C ആണ് വരുന്നത്. USB-C to എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തേക്കുവാണ്, കണ്ടില്ലേ, ലാപ്ടോപ്പിൽ അതാണ്. പിന്നെ ഒരു ജനറൽ 5 പിൻ മിഡി പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു നമുക്ക് സസ്റ്റെയിൻ ബട്ടണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടും വരുന്നുണ്ട്. നിങ്ങളെന്തെങ്കിലും കാണിക്കാം, കണ്ടില്ലേ, നമുക്ക് സസ്റ്റെയിൻ ബട്ടണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ USB-C, അതുപോലെ തന്നെ ഒരു 5 പിൻ മിഡി പോർട്ട്. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ ഇപ്പം നിങ്ങളെ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എനിക്ക് സ്പീക്കർ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് കാണാം, നമുക്ക് സ്റ്റുഡിയോ സ്പീക്കർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വർക്ക് ചെയ്യുള്ളൂ. ഇൻസ്റ്റഡ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഹെഡ്ഫോണാണ്, ഒരു സ്റ്റുഡിയോ ഹെഡ്ഫോണാണ്. ഇത് ഫോക്കസ് റൈറ്റ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്, സ്കാർലെറ്റ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സൗണ്ട് കാർഡ് കാണാം. ഈ സൗണ്ട് കാർഡ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സൗണ്ട് കാർഡാണ്. അപ്പോൾ ഇതിനകത്താണ് ഈ മൈക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ഔട്ട്പുട്ടെല്ലാം പോകുന്ന അതിലോട്ടാണ്. നമുക്ക് ലാപ്ടോപ്പിൽ സൗണ്ട് കാർഡ് കണക്ട് ചെയ്യും, സൗണ്ട് കാർഡ് പിന്നെ നമുക്ക് അതുവഴിയാണ് നമ്മുടെ സൗണ്ട് കാർഡ് വർക്ക് ചെയ്യുന്നത്. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും സൗണ്ട് ഔട്ട്പുട്ട് വരുന്ന ആ ഒരു ഡിവൈസിൽ നിന്നാണ്. അപ്പം യമഹയുടെ 2 സ്പീക്കറൂടെ വാങ്ങാനുണ്ട്. അതിപ്പം തൽക്കാലം ഇല്ല. അത് ഇൻസ്റ്റഡ് ഞാനിത് ഈ ഒരു ഹെഡ്ഫോൺ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുകൂടെ വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പുറത്ത് സൗണ്ട് കേൾക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് സൗണ്ട് എൻ്റെ ഹെഡ്ഫോൺ വഴി കേൾപ്പിക്കാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കേൾക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ സൗണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 28,000 രൂപയാണ് ആമസോണിൽ കാണിക്കുന്നത്. എനിക്ക് 5,200 രൂപ ക്യാഷ് ബാക്ക് കിട്ടി HDFC കാർഡിന്. അതും കഴിഞ്ഞിട്ട് ഏകദേശം 21-22 ആയിട്ടുള്ളൂ എമൗണ്ട് എന്ന് പറയുന്നത്. ഫോർ ദ പ്രൈസ് ഇതൊരു വർത്താണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള പ്രോഡക്റ്റ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സെയിലൊക്കെ നടക്കുന്ന സമയത്ത് നോക്കുക. നിങ്ങൾക്കൊരു 5,000 അല്ലെങ്കിൽ 1,500 ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.